ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കേരള ഹിസ്റ്ററിയാണ് നോക്കാൻ പോകുന്നത്. അതിൽ പോർച്ചുഗീസ് ഡച്ച് ആധിപത്യമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഈ ഒരു ക്ലാസ്സിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാരായിരുന്നു പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ എവിടെയും ആധിപത്യം പിടിച്ചെടുത്ത ആദ്യത്തെ വിദേശ ശക്തി കൂടിയായിരുന്നു അവർ. ഇന്ത്യയിൽ കടൽ മാർഗം വന്ന ആദ്യത്തെ യൂറോപ്യന്മാരായിരുന്നു പോർച്ചുഗീസുകാർ. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്ക് കടൽ മാർഗം വന്ന ആദ്യത്തെ യൂറോപ്യനായിരുന്നു വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവായിരുന്നു മാനുവൽ ഒന്നാമൻ. ചവിട്ടുനാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരായിരുന്നു. പോർച്ചുഗീസുകാരുടെ ഇന്ത്യൻ കേന്ദ്രമാണ് ഗോവ. ഇന്ത്യയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ ഫോർട്ട് മാനുവൽ കോട്ട സ്ഥാപിച്ചത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. കൈതച്ചക്ക, കശുവണ്ടി, പപ്പായ എന്നിവ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതും പോർച്ചുഗീസുകാരായിരുന്നു. ബ്ലൂ വാട്ടർ പോളിസി അല്ലെങ്കിൽ നീലജല നയം നടപ്പിൽ വരുത്തിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡെ. ബ്ലൂ വാട്ടർ പോളിസി എന്നാൽ ശക്തമായ നാവികസേനയെ വളർത്തിയെടുത്ത് സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം പുഷ്ടിപ്പെടുത്തുക എന്നതായിരുന്നു. യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് കൊച്ചിയിലെ മാനുവൽ കോട്ട. മാനുവൽ കോട്ടയെ പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട്. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു ഫ്രാൻസിസ്കോ ഡി അൽമേഡെ. ഇന്ത്യയിൽ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരായിരുന്നു. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയ വർഷമാണ് 1498 മെയ് 20. പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച് മിശ്ര കോളനി വ്യവസ്ഥ നടപ്പിൽ വരുത്തിയ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക്. വാസ്കോ ഡ ഗാമ അവസാനമായി ഇന്ത്യയിൽ വന്ന വർഷം 1524. ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത്. വാസ്കോ ഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഗോവ. വാസ്കോ ഡ ഗാമയുടെ കപ്പലിൻ്റെ പേര് സെന്റ് ഗബ്രിയേൽ. ഇന്ത്യയിൽ നിന്നും അവസാനം പോയ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ. ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യന്മാരാണ് ഫ്രഞ്ചുകാർ. പോർച്ചുഗീസുകാർ പറങ്കികൾ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ഗോവയെ മോചിപ്പിക്കാനായി ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ വിജയ്. വാസ്കോ ഡ ഗാമ രണ്ടാം തവണ ഇന്ത്യയിലെത്തിയ വർഷമാണ് 1502. കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടുന്നതിനായി പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയങ്കോട്ട. ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് കൊച്ചിയിലാണ്. ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ്. വാസ്കോ ഡ ഗാമയെ ഇന്ത്യൻ സമുദ്രത്തിലെ സേനാപതി എന്ന് വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവായിരുന്നു. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് ചർച്ച്. കേരളത്തിലെ പോർച്ചുഗീസുകാരുടെ ആക്രമണത്തെക്കുറിച്ച് സൂചന നൽകുന്ന കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ. കൊച്ചിയിലെ ഡച്ച് പാലസ് പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരായിരുന്നു. ലന്ത കൊട്ടാരം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കൊട്ടാരമാണ് എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന മട്ടാഞ്ചേരി കൊട്ടാരം. ഏത് പോർച്ചുഗീസ് നാവികനാണ് ആദ്യമായി കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ചത്? പെഡ്രോ അൽവാരസ് കബ്രാൾ. 1497 ലിസ്ബണിൽ നിന്നുമാണ് വാസ്കോ ഡ ഗാമ ആദ്യമായി ഇന്ത്യയിലേക്കുള്ള യാത്ര തിരിച്ചത്. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. അടുത്ത് നോക്കാൻ പോകുന്നത് ഡച്ചുകാരെ കുറിച്ചാണ്. കേരളത്തിൽ ഭരണം സ്ഥാപിച്ച രണ്ടാമത്തെ കൊളോണിയൽ ശക്തിയായിരുന്നു ഡച്ചുകാർ.
കേരളവുമായുള്ള വ്യാപാരത്തിൽ നിന്നും പോർച്ചുഗീസുകാർക്ക് ലഭിച്ച ലാഭമാണ് ഡച്ചുകാരെ ഇവിടേക്ക് ആകർഷിച്ചത്. 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി സ്ഥാപിതമായത്. അങ്ങനെയാണ് ഇന്ത്യൻ ചരിത്രത്തിൽ ഡച്ച് യുഗത്തിന് അടിത്തറയിട്ടത്. ഇന്ത്യൻ സമുദ്രമേഖലയിലെ വ്യാപാരങ്ങൾക്കായി നെതർലാൻഡ് സ്ഥാപിച്ച ഒരു കമ്പനിയാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി. ഡച്ചുകാർ കേരളത്തിൽ അവരുടേതായ കൃഷിരീതികൾ നടത്തി പുതിയ ഉൽപ്പന്നങ്ങളും വിത്തുകളും കൊണ്ടുവന്നു. ഹോർത്തൂസ് മലബാറിക്കസിന്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് കേരള സർവകലാശാലയായിരുന്നു. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാമിൽ നിന്നുമായിരുന്നു. ഡച്ചുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന കൂടിയായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനായി പിടിച്ച കപ്പിത്താനായിരുന്നു ഡിലനോയ്. ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷ് മലയാളം ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ഡോക്ടർ മണിലാൽ ആയിരുന്നു. നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്നും ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻ റീഡ് ആയിരുന്നു. മലബാറിലെ വൃക്ഷലതാദികളെ പറ്റിയാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം വിവരിക്കുന്നത് തെങ്ങിനെ പറ്റിയാണ്. കേരളരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഇന്ത്യയിൽ ഡച്ച് ശക്തിയുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. മാവേലിക്കര ഉടമ്പടി ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. ഡച്ചുകാർ ആദ്യമായി വ്യാപാര കരാർ ഉണ്ടാക്കിയത് കേരളത്തിലെ സാമൂതിരിമാർ തമ്മിലായിരുന്നു. 1604 സാമൂതിരിമാരുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ചു ക്യാപ്റ്റനാണ് വാൻഡൻ ഗോഹെൻ. 1663 കൊച്ചി പിടിച്ചെടുക്കിയ വിദേശ ശക്തിയാണ് ഡച്ചുകാർ. കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂറിനോട് ഏറ്റുമുട്ടിയത് ഡച്ചുകാരായിരുന്നു. മാർത്താണ്ഡവർമ്മയായിരുന്നു ഉദയഗിരി കോട്ട പണി കഴിപ്പിച്ചത്. ബോൾഗാട്ടി കൊട്ടാരം പണി കഴിപ്പിച്ചത് ഡച്ചുകാരായിരുന്നു. 1789 തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജാ കേശവദാസ് ഡച്ചുകാരിൽ നിന്നും വിലക്ക് വാങ്ങിയ കോട്ടയാണ് കൊടുങ്ങല്ലൂർ കോട്ട. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിന്റെ അർത്ഥമെന്താണ്? മലബാറിന്റെ പൂന്തോട്ടം. ഏതെല്ലാം ഭാഷകളിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം അച്ചടിച്ചിരുന്നത്? ലാറ്റിൻ, അറബി, മലയാളം, സംസ്കൃതം. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1664 പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരെയായിരുന്നു. ഇന്ത്യയിൽ അവസാനമായി വ്യാപാരത്തിനെത്തിയ യൂറോപ്യൻ ശക്തിയായിരുന്നു ഫ്രഞ്ചുകാർ. ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സ്യൂററ്റിലായിരുന്നു. ഫ്രഞ്ചുകാരുടെ പ്രധാന ഫാക്ടറികൾ വസൂരിപട്ടണം, പോണ്ടിച്ചേരി, ചന്ദ്രനഗർ, സൂററ്റ്. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനമായിരുന്നു പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയി മാർട്ടിനെയാണ്. ഇദ്ദേഹം പോണ്ടിച്ചേരിയിലെത്തിയ ആദ്യ ഫ്രഞ്ച് ഗവർണർ കൂടിയായിരുന്നു. 1760 വാൻഡിവാഷ് യുദ്ധത്തിൽ ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തി. കർണാട്ടിക് യുദ്ധം നടന്നത് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു. 1954 ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയത്. ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിലെ ഭരണാധികാരിയായിരുന്നു ലൂയി 16. ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രമായിരുന്നു മാഹി അല്ലെങ്കിൽ മയ്യഴി. ഫ്രഞ്ച് അധീന പ്രദേശമായ മാഹിയെ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങളിൽ നിന്നും വേർതിരിച്ചിരുന്ന പുഴയാണ് മയ്യഴിപ്പുഴ. ആയതിനാൽ മയ്യഴിപ്പുഴയെ ഇംഗ്ലീഷ് ചാനൽ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെട്ടതാണ് ഫ്രഞ്ച് വിപ്ലവം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് യുദ്ധങ്ങളെക്കുറിച്ചാണ്. ആദ്യത്തേതാണ് കർണാട്ടിക് യുദ്ധം. 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്തിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പരമ്പരകളെയാണ് കർണാട്ടിക് യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നത്. യൂറോപ്പിൽ നടന്ന ആസ്ട്രിയൻ പിന്തുടർച്ച അവകാശത്തിൻ്റെ ഭാഗമായി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം. ഒന്നാം കർണാട്ടിക് യുദ്ധം നടന്നത് 1746 തൊട്ട് 1748 വരെയാണ്. ഒന്നാം കർണാടക യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത പ്രദേശമാണ് മദ്രാസ്. മദ്രാസ് പ്രദേശം സ്ഥാപിച്ചത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിലെ ഫ്രഞ്ച് ഗവർണറായിരുന്നു ഡ്യുപ്ലെ.
രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചത് റോബർട്ട് ക്ലേവ് ആയിരുന്നു. അടുത്തതാണ് പ്ലാസി യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് 1757 നടന്ന പ്ലാസി യുദ്ധം. സിറാജ് ഉദ് ദൗളയും ബ്രിട്ടീഷുകാരും ചേർന്നായിരുന്നു പ്ലാസി യുദ്ധം നടത്തിയത്. പ്ലാസി യുദ്ധത്തിന് കാരണമായ സംഭവമായിരുന്നു ഇരിട്ടറ ദുരന്തം. പ്ലാസി യുദ്ധത്തിൽ റോബർട്ട് ക്ലേവ് ആയിരുന്നു ബ്രിട്ടീഷ് സേനയെ നയിച്ചത്. പ്ലാസി യുദ്ധം നടക്കുമ്പോൾ ആലംഗീർ ചക്രവർത്തിയായിരുന്നു മുഗൾ ചക്രവർത്തി. എന്താണ് ഇരിട്ടറ ദുരന്തം? സിറാജ് ഉദ് ദൗളയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയെ തിരിച്ചുപിടിച്ചപ്പോൾ 129ഓളം വരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരെ ഇരുട്ടുമുറിയിലടച്ച് ശ്വാസം മുട്ടിപ്പിച്ച് കൊന്നതിനെയാണ് ഇരിട്ടറ ദുരന്തം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇതായിരുന്നു പ്ലാസി യുദ്ധത്തിന് കാരണമായ സംഭവം. അടുത്ത യുദ്ധമാണ് ബാക്സാർ യുദ്ധം. ബ്രിട്ടീഷുകാർക്ക് അവരുടെ ആധിപത്യം ഇന്ത്യയിൽ ഉറപ്പിക്കാൻ സഹായിച്ച യുദ്ധമാണ് 1766 ഒക്ടോബർ 23 നടന്ന ബാക്സാർ യുദ്ധം. അന്നത്തെ ബംഗാളിലെ ഗവർണറായിരുന്നു ഹെൻറി വാൻ. ബാഗ്ദാദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിരുന്നു ബീഹാർ. ബാക്സാർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് അലഹബാദ് ഉടമ്പടി. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യൻ ഭരണത്തിലേക്ക് പ്രവേശനം നൽകി. എന്നാൽ ബാക്സാർ യുദ്ധം അവരെ ഇന്ത്യയിലെ പ്രധാന ശക്തികളാക്കി മാറ്റി. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച സന്ധിയായിരുന്നു ശ്രീരംഗപട്ടണം സന്ധി. രണ്ടാം മൈസൂർ യുദ്ധത്തിൽ ഹൈദരാലി പിടിച്ചെടുത്ത പ്രദേശമായിരുന്നു ആർക്കോട്ട്. രണ്ടാം മൈസൂർ യുദ്ധം നയിച്ചത് ഹൈദരാലി ആയിരുന്നു. മൂന്നാം മൈസൂർ യുദ്ധത്തിൻ്റെ കാരണം ടിപ്പു സുൽത്താൻ്റെ തിരുവിതാംകൂർ ആക്രമണമായിരുന്നു. മൈസൂർ കടുവ എന്നറിയപ്പെട്ട ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. ടിപ്പുവിൻ്റെ തലസ്ഥാനം ശ്രീരംഗപട്ടണമായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടപ്പിലാക്കിയ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെട്ടത് ആർതർ വെല്ലസ്ലി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1600 ഡിസംബർ 31 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1602 ഇന്ത്യൻ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരിയായിരുന്നു ജഹാംഗീർ. അടുത്തതായി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽമാരെ പറ്റി നോക്കാം. വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്നു. 1750 കൊൽക്കത്തയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഗുമസ്തനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. ബംഗാളിലെ ദ്വീപ് ഭരണം നിർത്തലാക്കിയ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ബംഗാളിൽ ദ്വീപ് ഭരണം ഏർപ്പെടുത്തിയത് റോബർട്ട് ക്ലേവ് ആയിരുന്നു. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്ത ആദ്യത്തെ ഗവർണർ ജനറലായിരുന്നു വാറൻ ഹേസ്റ്റിങ്സ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെട്ടിരുന്നത് റോബർട്ട് ക്ലേവിനെ ആയിരുന്നു. അടുത്തത് കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ഇന്ത്യയിലെ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്ന് അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ചു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഭരണാധികാരിയായിരുന്നു കോൺവാലിസ് പ്രഭു. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവയ്ക്കുമ്പോൾ ഗവർണർ ജനറലായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ക്രിമിനൽ കോടതികൾ സ്ഥാപിച്ചത് കോൺവാലിസ് പ്രഭു ആയിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരി കൂടിയായിരുന്നു അദ്ദേഹം. അടുത്തതാണ് വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ ആരംഭിച്ചത് വെല്ലസ്ലി പ്രഭുവാണ്. സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വന്ന വർഷം 1798 ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറലായിരുന്നു ഇദ്ദേഹം. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്ബർ എന്നറിയപ്പെട്ടിരുന്നു. ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറലായിരുന്നു അദ്ദേഹം. മദ്രാസ് പ്രവിശ്യ രൂപീകരിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അടുത്തതാണ് വില്യം ബെൻഡിക് പ്രഭു. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് പ്രഭു. പേർഷ്യനു പകരം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറലാണ് ഇദ്ദേഹം. വില്യം ബെൻഡിക് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്നു. 1829 വില്യം ബെൻഡിക് പ്രഭു സതി നിർത്തലാക്കി.
ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്ന അഭിപ്രായപ്പെട്ട ഗവർണർ ജനറലായിരുന്നു ഇദ്ദേഹം. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്ന് ഇദ്ദേഹം അറിയപ്പെട്ടു. ശിശുബലിയും ശൈശവവിവാഹവും നിർത്തലാക്കിയ ഭരണാധികാരിയായിരുന്നു വില്യം വെന്റിക് പ്രഭു. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്ന് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. തഗ്ഗുകളെ അമർച്ച ചെയ്ത ഗവർണർ ജനറലായിരുന്നു വില്യം വെന്റിക് പ്രഭു. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച ഭരണാധികാരിയായിരുന്നു ഇദ്ദേഹം. അത് കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഉടച്ചുവാർക്കുവാൻ വില്യം വെന്റിക് പ്രഭുവിനെ സഹായിച്ച ബ്രിട്ടീഷ് പ്രഭുവായിരുന്നു മെക്കാലെ പ്രഭു. അടുത്തത് ഡൽഹൗസി പ്രഭു. ആധുനിക ഇന്ത്യയുടെ ശില്പി അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്ന പേരിലൊക്കെ ഡൽഹൗസി പ്രഭുവിനെ വിശേഷിപ്പിക്കാം. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൗസി പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമപ്രകാരം പിടിച്ചെടുത്ത ആദ്യത്തെ നാട്ടുരാജ്യമാണ് സത്താറെ. അവകാശ നിരോധന നിയമത്തിലൂടെ അവസാനം കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് ഔധ്. വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഇന്ത്യയിലെ തപാൽ സംവിധാനത്തിന്റെ പിതാവ് എന്ന് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഇന്ത്യൻ സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നും ഡൽഹൗസി അറിയപ്പെട്ടിരുന്നു. ഡൽഹൗസിയുടെ പേരിലുള്ള പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ദത്തവകാശ നിരോധന നിയമം റദ്ദ് ചെയ്ത ഗവർണർ ജനറലാണ് കാനിങ് പ്രഭു. അതുപോലെ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കായി വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച ഗവർണർ ജനറലായിരുന്നു കാനിങ് പ്രഭു. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡിസ്പാച്ചിനെയാണ്. ബോംബെ മുതൽ താനെ വരെയുള്ള ഇന്ത്യയുടെ ആദ്യ റെയിൽവേ പാത തുറന്നുകൊടുത്തത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയിയും അവസാനത്തെ ഗവർണർ ജനറലുമായിരുന്നു കാനിങ് പ്രഭു. 1858 വരെയും ഗവർണർ ജനറലായും 1858 മുതൽ വൈസ്രോയിയുമായി സേവനമനുഷ്ഠിച്ചു. അടിമക്കച്ചവടം നിരോധിച്ച വൈസ്രോയിയാണ് കാനിങ് പ്രഭു. മദ്രാസ്, ബോംബെ, കൽക്കത്ത യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്നു കാനിങ് പ്രഭു. ഇന്ത്യയിൽ ഹൈക്കോർട്ട് നിയമം പാസാക്കുമ്പോൾ വൈസ്രോയി ആയിരുന്നു ഇദ്ദേഹം. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 പാസാക്കുമ്പോൾ ഗവർണർ ജനറലായിരുന്നു കാനിങ് പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് നിയമം പാസാക്കുന്നത് കാനിങ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് ജെയിംസ് വിൽസൺ ആണ്. ഇന്ത്യൻ സിവിൽ സർവീസ് നിയമം വരുന്നത് കാനിങ് പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കൽക്കത്ത സർവകലാശാലയാണ്. 1861 ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്നപ്പോൾ വൈസ്രോയി ആയിരുന്നു കാനിങ് പ്രഭു. ഹിന്ദു വിധവ പുനർവിവാഹം നടപ്പിലാക്കിയത് കാനിങ് പ്രഭുവാണ്. വർഷം 1856. അടുത്തത് കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട വൈസ്രോയാണ് കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയാണ് കഴ്സൺ പ്രഭു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നടപടിക്ക് ഉത്തമ ഉദാഹരണമായിരുന്നു ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം. അത് കഴ്സൺ പ്രഭുവിന്റെ കാലഘട്ടത്തിലായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെട്ടത് കഴ്സൺ പ്രഭുവിനെ ആയിരുന്നു. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയിയാണ് ഹാർഡിഷ് രണ്ടാമൻ. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അറിയപ്പെടുന്നത് മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരമെന്നാണ്. ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവിനെയാണ്. ബാലവേല നിരോധിക്കാൻ റിപ്പൺ പ്രഭു കൊണ്ടുവന്ന നിയമമാണ് ഫാക്ടറി നിയമം. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവിനെയാണ്. ആലപ്പുഴയെ കിഴക്കിന്റെ വെന്നീസ് എന്ന് വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭുവാണ്. രാജാ രവിവർമ്മയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയത് കഴ്സൺ പ്രഭുവാണ്. ഇന്ത്യയിൽ അടിമക്കച്ചവടം നിരോധിച്ച വൈസ്രോയിയാണ് കാനിങ് പ്രഭു. തിരുവിതാംകൂറിന്റെ അടിമക്കച്ചവടം നിരോധിച്ചത് ഗൗരി ലക്ഷ്മി ബായ് ആണ്. ലോകത്തിൽ അടിമക്കച്ചവടം നിരോധിച്ചത് എബ്രഹാം ലിങ്കൺ ആണ്. ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആയിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം തയ്യാറാക്കിയ വൈസ്രോയി ആയിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. ഇത് ഡിക്കി ബോർഡ് പ്ലാൻ എന്നും അറിയപ്പെട്ടിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറലായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു.
ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നു ഇർവിൻ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമായിരുന്നു മിന്റോ മോർലി ഭരണപരിഷ്കാരം. ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ ഉള്ള വൈസ്രോയി ആയിരുന്നു മിന്റോ പ്രഭു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ ശില്പി മെക്കാളെ പ്രഭു. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിയിലെത്തിയ ആദ്യ ഫ്രഞ്ച് ഗവർണർ ഫ്രാങ്കോയി മാർട്ടിൻ. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയി മാർട്ടിനെയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൗസി പ്രഭുവിനെയാണ്. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കാൻ പ്രേരണ ചെലുത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. സതി നിർത്തലാക്കിയ നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുവാനാണ് നമ്മളുടെ ലക്ഷ്യം. ഇതാരുടെ വാക്കുകളാണ്? മെക്കാളെ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ ഡൽഹൗസി പ്രഭു. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് റിപ്പൺ പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം നൽകിയത് ഡഫ്രിൻ പ്രഭു. 1979 അയർലൻഡിൽ വെച്ച് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൺ പ്രഭു. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന സമയത്ത് ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നു ഇർവിൻ പ്രഭു. ഭഗത് സിംഗിനെ തൂക്കിലേറ്റ സമയത്ത് ഇന്ത്യൻ വൈസ്രോയി ഇർവിൻ പ്രഭു. കൽക്കത്ത മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ്. റൗലറ്റ് ആക്ട് പിൻവലിച്ച വൈസ്രോയി റീഡിംഗ് പ്രഭു. ഇന്ത്യയിൽ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധം വാണ്ടിവാഷ് യുദ്ധം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽമാരിൽ ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.